നമസ്കാരം, മറ്റൊരു അറിവിലേക്ക് ഏവർക്കും സ്വാഗതം. ഉപ്പിൻ്റെ മഹാത്മ്യത്തെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ഉപ്പിൻ്റെ മഹാത്മ്യത്തെപ്പറ്റിയും ഉപ്പ് ഉപയോഗിച്ച് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന കർമ്മങ്ങളെപ്പറ്റിയുമാണ് ഇന്നത്തെ വീഡിയോ. ഏറ്റവും ഉത്തമമായ രീതിയിൽ ഉപ്പ് ഉപയോഗിച്ച് വീട്ടിലെ നെഗറ്റീവ് എനർജി എങ്ങനെ ഒഴിവാക്കാമെന്നും അതിലൂടെ വീട്ടിലേക്ക് സർവ്വ ഐശ്വര്യങ്ങളും എങ്ങനെ നിലനിർത്താമെന്നും ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. തരുന്ന അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുവെങ്കിൽ കൂടുതൽ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ആദ്യം ജ്യോതിഷപരമായും ഹിന്ദുശാസ്ത്രപരമായും ഉപ്പ് എത്രത്തോളം മഹത്തരമാണെന്നും ഉപ്പിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണെന്നും ഒന്ന് വിവരിക്കാം. പ്ലാസ്റ്റിക് കവറിൽ പാക്ക് ചെയ്തു വരുന്ന ഉപ്പ് നമ്മുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിരിക്കാം. അങ്ങനെ ചിന്തിക്കുന്നവർ അറിയേണ്ട കാര്യം ഉപ്പിനെപ്പറ്റി പരാമർശമില്ലാത്ത ഹിന്ദു ഗ്രന്ഥങ്ങൾ കുറവാണ് എന്നതാണ്. മഹാഭാരതം, രാമായണം, വേദങ്ങൾ, ഉപനിഷത്തുകൾ തുടങ്ങി എല്ലാ അറിവുകളിലും ഉപ്പിനെപ്പറ്റി പരാമർശങ്ങളുണ്ട്. ഉപ്പ് മനുഷ്യ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ് എന്നതുപോലെ പുരാണ വേദോപനിഷത്തുകളിലും ഉപ്പ് ശുദ്ധീകരണത്തിൻ്റെയും ധാർമ്മികതയുടെയും അതിജീവനത്തിൻ്റെയും പ്രതീകമായാണ് കണക്കാക്കുന്നത്. ദൃഷ്ടിദോഷം മാറുന്നതിനും നാവേർ കൊണ്ടുള്ള ദോഷം മാറുന്നതിനുമൊക്കെ ഉപ്പ് കൊണ്ട് പരിഹാര കർമ്മങ്ങൾ ചെയ്യാറുണ്ട്. പല ക്ഷേത്രങ്ങളിൽ ഉപ്പ് ഉപയോഗിച്ചുള്ള പല ആചാരങ്ങളും നിലനിൽക്കുന്നുണ്ട്. പാപപരിഹാരാർത്ഥം കടലിൽ കുളിക്കാൻ വരുന്നതിൻ്റെ കാരണവും ഇതാണ്. ലക്ഷ്മി ദേവി അധിവസിക്കുന്ന കടൽ ജലത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ഉപ്പിനും ദേവിയുടെ ചൈതന്യമുണ്ട് എന്ന് ആചാര്യന്മാർ പണ്ടേ മനസ്സിലാക്കിയിരുന്നു. മഹാഭാരതത്തിൽ ഭീഷ്മ പിതാമഹൻ തൻ്റെ ശരശയ്യയിൽ കിടന്നുകൊണ്ട് ധർമ്മരാജ്യ സംസ്ഥാപനത്തിനായി ഉപദേശങ്ങൾ നൽകുമ്പോൾ ഉപ്പിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി വിവരിക്കുന്നുണ്ട്. ഒരു രാജ്യം അതിൻ്റെ സമ്പൂർണ്ണതയിലെത്താൻ അവിടെ ഉപ്പ്, ജലം, പശുക്കൾ തുടങ്ങിയ കാര്യങ്ങൾ അത്യന്താപേക്ഷിതമാണെന്ന് ഈ ഭാഗത്ത് വിവരിക്കുന്നു. ഉപ്പിനെ ധാർമ്മിക നൈപുണ്യത്തിൻ്റെയും നീതിയുടെയും പ്രതീകമായാണ് ഇവിടെ വിവരിക്കുന്നത്. അതുപോലെ ശ്രീകൃഷ്ണൻ ഒരു ചെറിയ ഉപ്പ് കണി കൊണ്ട് തൻ്റെ വിശപ്പ് മാറ്റിയെന്നൊരു പരാമർശവും നമുക്ക് കാണാൻ കഴിയും. അതായത് ഭഗവാന് പോലും സമ്പൂർണ്ണത നൽകുന്ന ഒന്നായാണ് ഉപ്പിനെ കണക്കാക്കുന്നത്. അതുപോലെ ഛാന്തോക്യ ഉപനിഷത്തിൽ ആത്മാവിൻ്റെ അസ്തിത്വം മനസ്സിലാക്കാനായി ഉപയോഗിക്കുന്നത് ഉപ്പുജലമാണ്. ജലത്തിൽ ലയിച്ചിരിക്കുന്ന ഉപ്പ് പോലെയാണ് ശരീരവും ആത്മാവും തമ്മിലുള്ള ബന്ധമെന്ന് ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. അശ്വമേധയാഗങ്ങൾ നടക്കുന്ന സമയത്ത് ഭൂമി ശുചീകരിക്കുന്നതിനു വേണ്ടി ഉപ്പ് വിതറുകയായിരുന്നു ചെയ്തിരുന്നത്. മലിനതയെ സംഹരിക്കുക എന്ന കർമ്മമാണ് ഇവിടെ ഉപ്പിന് കൽപ്പിച്ചു നൽകിയിരുന്നത്. അഹല്യയുടെ ശാപമോചന സമയത്തും അവസാനഘട്ട ശുദ്ധീകരണത്തിനായി ഉപയോഗിച്ചിരുന്നത് ഉപ്പുജലമാണ്. ഇങ്ങനെ ഒട്ടനവധി പ്രതിപാദ്യങ്ങൾ നമുക്ക് ഇനിയും കണ്ടെത്താൻ കഴിയും. ഉപ്പിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത്. ഉപ്പ് ചെയ്യുന്ന പ്രധാന ധർമ്മം നെഗറ്റീവ് എനർജി അഥവാ അശുഭമായ ഊർജ്ജം അതിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ആഗിരണം ചെയ്യുക എന്നതാണ്. ജ്യോതിഷപരമായി നോക്കിയാൽ ഉപ്പിനെ ശനിയുടെ പ്രതിനിധിയായി കണക്കാക്കാറുണ്ട്. ശനിദോഷമുള്ളവർ കുളിക്കുമ്പോൾ ഒരു നുള്ളു ഉപ്പ് വെള്ളത്തിൽ ചേർക്കുന്നത് ഉത്തമമാണ്. വെള്ളിയാഴ്ച ദിവസം ഉപ്പ് ദാനം ചെയ്യുന്നതും നല്ലതാണ്. ചന്ദ്രപ്രീതിക്കും ഉപ്പിൻ്റെ ഉപയോഗം ജ്യോതിഷം വിഭാവനം ചെയ്യുന്നുണ്ട്. ഉപ്പുജലം എല്ലാ ദിവസവും വീടിന് ചുറ്റും തളിക്കുന്നത് ഉത്തമമായിരിക്കും. രോഗശമനത്തിനും വീട്ടിലെ ദുർഗുണങ്ങൾ അകറ്റാനും ഒരു ഗ്ലാസ്സിൽ ഉപ്പുജലവും അതിലൊരു നാരങ്ങയും ഇട്ട് വയ്ക്കുന്നത് നല്ലതാണ്. ഇത് വീട്ടിൽ എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി നിലനിർത്തുന്നതിന് സഹായിക്കും. ഉപ്പ് ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുന്ന ചില കർമ്മങ്ങളാണ് ഇനി പറയുന്നത്. സർവ്വരോഗങ്ങളിൽ നിന്നും മുക്തരാകുവാനും വീട്ടിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിർത്തുവാനും ഇത് സഹായിക്കും. ആഹാരത്തിന് മാത്രമല്ല ജീവിതത്തിനും സ്വാദ് പകരാൻ ഉപ്പിന് കഴിയുമെന്ന് ഇത് ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചിലതൊക്കെ മുന്നേ പറഞ്ഞതാണ്, എങ്കിലും ഒന്നുകൂടി പറയാം. വീടിനുള്ളിലെ സന്തോഷം നിലനിർത്താനും നെഗറ്റീവ് എനർജി ഇല്ലാതാക്കുവാനുമായി ഒരു ഗ്ലാസ്സിൽ ശുദ്ധജലം പകർന്ന് അതിൽ ഉപ്പിട്ട് വയ്ക്കുക. ശേഷം ഒരു ചെറുനാരങ്ങ കൂടി ഇതിലിടുക. ശേഷം പൂജാമുറിയിലോ വീടിൻ്റെ ഹാളിലോ അടുക്കളയിലോ ബെഡ്റൂമിലോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്കിത് സൂക്ഷിക്കാവുന്നതാണ്. വീടിനുള്ളിലെ മുഴുവൻ നെഗറ്റീവ് എനർജിയും പതിയെ ഇല്ലാതാകുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുന്നതിലൂടെ നിങ്ങൾക്കിത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം, ഉപ്പ് എടുക്കുമ്പോൾ കല്ലുപ്പ് തന്നെ എടുക്കുക. അടുക്കളയിൽ ഉപയോഗിക്കുന്ന പൊടി രൂപത്തിലുള്ള ഉപ്പ് കഴിവതും ഉപയോഗിക്കാതിരിക്കുക. ഒരു വ്യക്തിയെ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവ് എനർജി, ദൃഷ്ടിദോഷം, കണ്ണേറ് എന്നിവ ഇല്ലാതാക്കാനുള്ള ഒരു കർമ്മമാണ് ഇനി പറയുന്നത്. കുളിക്കുന്ന വെള്ളത്തിൽ കല്ലുപ്പ് ചേർത്ത ശേഷം കുളിക്കുന്നതും കല്ലുപ്പ് തലയിൽ 3 വട്ടം ഒഴിഞ്ഞ് തീയിലിടുന്നതും വ്യക്തികളെ സംബന്ധിച്ച് വളരെ ഉത്തമമാണ്. അയൽവാസികളുടെ കണ്ണേര്, പ്രാഗ്ദോഷം, നാവേറ് എന്നിവ അകറ്റുന്നതിന് കല്ലുപ്പ് കറുത്ത തുണിയിൽ ചെറിയ കിഴികെട്ടി പുരയിടത്തിൻ്റെ അതിരുകൾ സൂക്ഷിക്കുന്നതും നല്ലതാണ്. അതുപോലെ വീടിന് ചുറ്റും പരലുപ്പ് കലക്കി ജലം തളിക്കുന്നതും ഇതിനൊരു പരിഹാരമാണ്. ആഗ്രഹ സബലീകരണത്തിനായി രാവിലെയോ വൈകിട്ടോ വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ച ശേഷം അല്ലെങ്കിൽ നിലവിളക്ക് കെടുത്തുന്നതിന് മുമ്പ് ചമ്രം പടഞ്ഞിരുന്ന് 2 കൈയിലും കുറച്ച് പരലുപ്പ് മുറുകെ പിടിച്ച് ഈശ്വരനോട് ആഗ്രഹങ്ങൾ പറയുക. ശേഷം മാത്രം വിളക്ക് കെടുത്താൻ ശ്രമിക്കുക. ആഗ്രഹ സബലീകരണം നടന്നിരിക്കുമെന്നത് ഉറപ്പുള്ള കാര്യമാണ്. അതുപോലെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന കാര്യങ്ങൾ ഓർത്തെടുക്കുന്നതിനും ഉന്നത വിജയം കരസ്ഥമാക്കുന്നതിനും പഠിക്കാനായി ഇരിക്കുന്ന സ്ഥലത്ത് ചെറിയ ഉപ്പുകിഴി വയ്ക്കുന്നതോ ഒരു പാത്രത്തിൽ കുറച്ച് ഉപ്പ് വയ്ക്കുന്നതോ ഒക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ബാധദോഷങ്ങൾ അകലാൻ ഉപ്പ് കലർത്തിയ ജലത്തിൽ കാൽ മുക്കി വെച്ച് ബാധദോഷങ്ങൾ മാറ്റി നല്ലത് വരുത്തണേ എന്ന് ഭഗവാനോട് ഒരു 10 മിനിറ്റ് പ്രാർത്ഥിക്കുക. ജലത്തിൽ നിന്ന് അസാമാന്യമായ ദുർഗന്ധം ഭവിക്കുന്നുണ്ട് എങ്കിൽ ബാധദോഷമാകുന്നതായി മനസ്സിലാക്കാവുന്നതാണ്. കഴിയുന്നവർ ഇതൊക്കെ ഒന്ന് ചെയ്തു നോക്കി അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. മറ്റൊരറിവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.